അങ്ങനെ നമ്മുടെ യാത്രയുടെ 5-ാമത്തെ ദിവസവും അവസാനത്തെ ദിവസവും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കില്ലേർണിയിലെ തന്നെ മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രെയിലിലേക്കാണ്, ദ ക്രാക്ക്. ക്രാക്കിലേക്ക് ഏകദേശം 12 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ ഒരു ഈച്ചയെ പോലും കാണാനില്ല. ഞങ്ങൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോരുത്തർ തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഡയറക്ഷനിൽ ആരും വരുന്നത് കണ്ടില്ല. ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം മണിയും കിലുക്കി ഒച്ചയും ഉണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ അത്രയും നേരം സൈലൻ്റായി യാത്ര ചെയ്തിരുന്ന ഞങ്ങൾ സൈലൻ്റ് മോഡിൽ നിന്ന് പാട്ട് മോഡിലേക്ക് മാറി. ഇവിടെ വരെ നോർമൽ ഹൈക്കായിരുന്നു ഗൈസ്. ഇനി ഞങ്ങൾ ഡിഫിക്കൽട്ടാണെന്ന് തിരികെ വന്നവർ പറഞ്ഞു. അവസാനം അങ്ങനെ കുന്നും മലയും കിടങ്ങുകളും താണ്ടി ഞങ്ങൾ ക്രാക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഏകദേശം ക്രാക്ക് ചെയ്യാറായി. ഇനി ഞങ്ങൾക്ക് ക്രാക്കിന് മുകളിലെത്തുകയാണ് മെയിൻ ലക്ഷ്യം. അവസാനം അങ്ങനെ ക്രാക്കിന് മുകളിലെത്തി. ഇപ്പോൾ നമ്മൾ ഏകദേശം 470 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ആ കാണുന്നതാണ് ലേക്ക് ലോഷെ മൗണ്ടെയ്ൻസ്. ശരിക്കും ഇത്രയും നടന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടായി എന്ന് ഒരു സന്തോഷമുണ്ടായത് ഇവിടെ എത്തിയപ്പോഴാണ്. ക്രാക്ക് ഇത്രയും ഡിഫിക്കൽട്ടാണെന്ന് പലരും പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല ഗൈസ്. ഇനി ഇതൊക്കെ ഇറങ്ങി താഴെ എത്തുകയാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ടൈം ക്രാക്കിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് കില്ലേർണിയിലെ തന്നെ മറ്റൊരു ട്രെയിൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു.